എന്താണ് ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതൊരു ആരാധകനും വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ ടീമിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാൾ താഴ്ന്ന സ്ഥിതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളും ഇന്ന് വേൾഡ് കപ്പ് കളിക്കാനായിട്ട് തുടങ്ങി. ഇന്ത്യൻ ഫുട്ബോളിന് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു വേൾഡ് കപ്പ് യോഗ്യത പോലും നേടാൻ കഴിയാത്തത്? ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പണ്ഡിറ്റുകൾക്ക് സംശയം വരുന്ന ഒരു ചോദ്യമാണിത്. ഇത്രയേറെ ജനസംഖ്യയുണ്ട്, കഴിവുറ്റ കളിക്കാരുണ്ട്, അതിലുപരി നല്ല രീതിയിലുള്ള ഒരു മികച്ച രീതിയിൽ കളി പുറത്തെടുക്കാൻ പറ്റിയിട്ടുള്ള കോച്ചുമാരൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് എന്തുകൊണ്ട് ഒരു ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടാനായിട്ട് സാധിക്കുന്നില്ല? ഇതൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ പോലും നമ്മൾ ദയനീയമായിട്ടാണ് ഹോങ്കോങ്ങിനോട് പരാജയപ്പെട്ടിട്ടുള്ളത്. നമ്മളെക്കാൾ റാങ്കിങ് അടിയിലാണ് ആ ഒരു ടീം എന്ന് പറയുന്നത്. മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത എന്തെന്നാൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അടുത്ത വേൾഡ് കപ്പിന് ക്വാളിഫൈ ആയി എന്നുള്ളതാണ്. പല ചെറിയ ചെറിയ രാജ്യങ്ങളും വേൾഡ് കപ്പ് കളിക്കാനായിട്ട് മുതിരുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് ഒരിക്കലും വേൾഡ് കപ്പ് കളിക്കാൻ കഴിയൂല എന്ന് പറയുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം AFAയുടെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബി വന്നിട്ട് കുറച്ച് സ്റ്റേഡിയങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വെറുതെ വാക്കുകൾ മാത്രമാണ് എന്നുള്ളത് ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ നല്ല ടാലൻ്റ് ഉള്ള ഒരു രാജ്യത്ത് നിന്നും ഒരു 11 പേരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു കഴിവുകേടായി തന്നെ കൂട്ടണം. ഇനി OCI പ്ലേയേഴ്സിൻ്റെ ആവശ്യമാണ് ഇന്ത്യക്കുള്ളത്. അത് തിരഞ്ഞെടുക്കുന്നു, അവരെ കോൺടാക്റ്റ് ചെയ്യുന്നു. ഇനി രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഓരോരോ കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണെന്നാണ് AFI പുറത്തുവിട്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ നിന്നും പ്രത്യേകമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം, നമുക്കറിയാം ഇപ്പോൾ മനോലോ മാർക്കസ് എന്ന് പറയുന്ന കോച്ചിനെയും പുറത്താക്കാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മനോലോ മാർക്കസിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു ആൻസർ ഇല്ല. കാരണം ഞാനും ISL കാണുന്ന ഒരാളാണ്, ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാരും ISL കാണുന്ന ആൾക്കാരായിരിക്കും. പ്രധാനമായിട്ടും മനോലോ മാർക്കസ് എന്ന് പറയുന്ന കോച്ചിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ തള്ളിക്കളയാനായിട്ട് പറ്റൂല. മാർക്കസിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് ഞാൻ കൂട്ടുന്നത് ഇത്തവണ ISL കളിച്ചിട്ടുള്ള നല്ല ടോപ്പ് പ്ലേയേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിനെ പോലും ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജിതിൻ MS പോലെയുള്ള താരങ്ങളെ നല്ല രീതിയിൽ വിദേശ താരങ്ങളോട് ഇടപെടുക്കാൻ പറ്റിയിട്ടുള്ള മലയാളി താരങ്ങൾ പോലും ISL ഈ ഒരു സീസണിൽ പന്ത് തട്ടിയിട്ടുണ്ട്. ഇവരെ പോലെയുള്ള താരങ്ങളെ ടീമിലേക്ക് വിളിച്ചില്ല എന്ന് പറയുന്നത് ഒരു വലിയ മൈനസ് തന്നെയാണ്. ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സ്കോറിങ് വരാത്തതാണ്. മിഡ്ഫീൽഡിലായാലും ഡിഫൻസിലായാലും കുറച്ചൊക്കെ പ്രൊഫഷണലി കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഒരു കളിശൈലി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജിങ്കൻ, അൻവർ അലി, ഇവരൊക്കെ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ തട്ടുന്ന രീതിയിൽ തന്നെ അവരുടെ ആ ഒരു മൈതാനത്ത് അവരുടെ ഒരു നിയോഗം നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു താരം പോലും ശരിക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നില്ല, ഒരു പ്രൊഫഷണൽ ടച്ച് നടത്തുന്നില്ല എന്ന് പറയുന്നത് ഒരു വ്യക്തമായിട്ടുള്ള ആൻസറാണ്, ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ പുറമെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം സുനിൽ ഛേത്രി എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇപ്പോൾ വിരമിച്ചു, 40 വയസ്സാവാനായി. ആ മനുഷ്യൻ വിരമിച്ചതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. ഛേത്രി ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്ര കാലം സുനിൽ ഛേത്രിയെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കും? ഏറിപ്പോയോ 1-2 വർഷം. അതിലോവർ ഈ ഒരു രാജ്യത്തിൻ്റെ മെയിൻ സ്ട്രൈക്കറായിട്ട് സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റനെ അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റൂല. അദ്ദേഹം നിൽക്കൂല, അദ്ദേഹം വിരമിച്ച് പോകും. ഇപ്പോൾ തന്നെ പോയി തിരിച്ചു വന്നിട്ടുള്ള ആളാണ്. ആ ഒരു സ്ഥാനത്തേക്ക് ഒരു മികച്ച സ്ട്രൈക്കറെ കണ്ടെത്തുന്നതിൽ ഇന്ത്യൻ ടീം പാടെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എവിടെയെന്ന് വെച്ചാൽ, ഇതിന് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഞാൻ എൻ്റെ തിങ്കിൽ യൂസ് ചെയ്തത് ISLലും I ലീഗിലും ഇന്ത്യൻ ഫുട്ബോളേഴ്സിന്, ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിന് കൂടുതൽ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ക്ലബ് ഉടമകൾക്ക് ആ ഒരു ഇതുണ്ടാവും, അതായത് വിദേശ താരങ്ങളെ ഇറക്കിയിട്ട് സ്കോർ ചെയ്യണം എന്നുള്ളത്. ബട്ട് നമുക്ക് അറിയാലോ, ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള മികച്ച താരങ്ങളെ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് ISLൽ കൂടുതൽ ചാൻസ് കൊടുത്തു കഴിഞ്ഞാലേ നമുക്കൊരു സ്ട്രൈക്കറെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏറ്റവും വലിയ റീസൺ, അതായത് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമായിരിക്കും. സ്ട്രൈക്കർമാർക്ക് ചാൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിന് പാടെ പരാജയപ്പെട്ടിട്ടുള്ളത് ഈ ഗോൾ സ്കോറിങ്ങിലെ സംഭവമാണ്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് ISLൽ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനെ മാത്രം കൊണ്ടുവന്നാൽ മതി, ഫോറിനേഴ്സിനൊക്കെ 6 വെട്ടി കുറച്ചിട്ട് 3 2 ആക്കുക എന്ന് പറയേണ്ടത്. അതൊരിക്കലും പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാനായിട്ട് സാധ്യതയില്ല. കാരണം ക്ലബ് ഉടമകൾ അതിനായിട്ട് ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കൊന്നുമില്ല. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സ്ട്രൈക്കിംഗ് പൊസിഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് അവിടെ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിന് മാത്രം നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഇതായിരിക്കും ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ടീമുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ ദയനീയകരമായിട്ടുള്ള ഒരു സ്ട്രൈക്കിംഗ് പൊസിഷൻ ഫോർവേഡ് നിരയാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. സോ അതൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ കുറച്ചുകൂടെ വളരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ഈ ഗ്രാസ് റൂട്ടിലൊക്കെ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണം, അവിടെയാണ് പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അവിടെ അത്ര കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരു നല്ല സ്ട്രൈക്കറിനെ കിട്ടുമെന്നുള്ളത് സംശയമാണ്. സ്ട്രൈക്കർമാർക്ക് ചാൻസ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്താണ് നിങ്ങളുടെ വിലയേറിപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ? ജസ്റ്റ് ഒന്ന് കടയിൽ കമൻറ്റ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ലെവലിലേക്കാണ് കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടാകും. അതിരിക്കും ബൈ.